ഉറപ്പായിട്ടും കിട്ടും. നിങ്ങളുടെ അച്ഛനെ കൈയോടെ പിടിച്ചിട്ടും അയാൾ കുറ്റമൊന്നും ചെയ്തില്ലെന്നാ പറയുന്നത്. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ, എന്റെ അച്ഛൻ ഒരിക്കലും എന്റെ മോളെ തട്ടിക്കൊണ്ടു പോവില്ല. വീട്ടിൽ മുത്തശ്ശനും പേരക്കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു? എന്റെ മോൾക്ക് എന്റെ അച്ഛനെ വളരെ ഇഷ്ടം. എന്റെ അച്ഛന് എന്റെ മോളെ ജീവനാ സർ. നിങ്ങളുടെ ഭർത്താവ് എവിടെയുള്ള? അദ്ദേഹം സിംഗപ്പൂരിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു സർ. ഞാനും എന്റെ മോളും എന്റെ ഭർത്താവിന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടിയായി താമസിക്കുന്നത്. എന്റെ വീട്ടിലേക്ക് പോകുന്നത് വളരെ കുറവാണ്. എന്നാ ശരി മാഡം, നിങ്ങൾക്ക് ആരുടെയെങ്കിലും പുറത്ത് സംശയം വന്നാലോ എന്തെങ്കിലും തോന്നിയാലോ ഞങ്ങളുടെ അടുത്ത് പറയണം. ഇപ്പൊ പൊയ്ക്കോളൂ. ശരി സർ. കർണ, അവർ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്ക്. Anything else, ma'am? No. Okay, ma'am. സർ 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 ഇവിടെ. സർ കഴിക്കാൻ എന്താ വേണ്ട? ടീ, കോഫി? അതൊന്നും വേണ്ട. ഡ്യൂട്ടി സമയത്ത് ഞാൻ നിങ്ങളെ കാണാൻ വന്നേ. എന്തിനാ ഇത്ര അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞേ? നിങ്ങൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിലും ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. ആദ്യം കാര്യം എന്താണെന്ന് പറയേ. എന്റെ മോളുടെ കേസിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ ചെയ്ത എൻക്വയറി റിപ്പോർട്ട്സ്, കളക്ട് ചെയ്ത എവിഡൻസസ് ആൻഡ് ഓൾ അതർ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് വേണം. അത് കിട്ടുമോ? ആ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ? നിങ്ങളെ കൊണ്ട് തരാൻ പറ്റുമോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. തരാൻ പറ്റാഴിയൊന്നുമില്ല, പക്ഷെ കുറച്ച് റിസ്ക് കൂടുതലാ. നിങ്ങൾ എടുക്കുന്ന റിസ്കിന് എന്റെ ചെറിയൊരു കോമ്പൻസേഷൻ. പണത്തിന്മേൽ പിന്നെ എന്ത് റിസ്കാ ഉള്ളത്? പറയേ, ഞാൻ എന്താ ചെയ്യണ്ടേ? അത് നോക്കിയേ പെട്ടെന്ന്. എന്തിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നേ? ഒരു ചെറിയ ഹെൽപ്പ്. ഞാൻ ആകപ്പെടെ നല്ല ടെൻഷനല്ല ഓൾറെഡി. അത് പിന്നെ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. അതെ, സ്റ്റേഷനിൽ എവിഡൻസ് കാണുന്നില്ല പറഞ്ഞ് ഇപ്പൊ തന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ എന്റെ പണി പോകും. സർ പ്ലീസ്, പ്ലീസ്, അവസാനമായിട്ട് ഒരേ ഒരു ഹെൽപ്പും കൂടി. നിങ്ങൾ തന്ന എവിഡൻസസ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ എന്റെ മോളെ കിഡ്നാപ്പ് ചെയ്ത ഡേറ്റ് ആൻഡ് ടൈമില് എടുത്ത ഫൂട്ടേജ് അല്ല സർ ഇത്. ഇതും ഈ കേസ് ഡീറ്റെയിൽസും.
നിങ്ങളുടെ കേസ് ഹാൻഡിൽ ചെയ്യുന്നത് അലക്സ് പാണ്ഡ്യനാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കുക. എനിക്ക് ദയവ് ചെയ്ത് ഫോൺ ചെയ്യരുത്. What's happening, Vikram? What's going on? സർ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ്സിലുള്ള സർ. Nonsense. I don't need any explanations. Public കാർക്കിച്ച് തുപ്പുകയാണ്. മുഴുവൻ പോലീസ് പട്ടാളത്തെയും ഒരുത്തും വെള്ളം കുടിപ്പിക്കുകയാണ്. സർ പ്ലീസ് ഗിവ് മീ സം മോർ ടൈം. ഐ വിൽ ഡെഫിനറ്റ്ലി. നിർത്തണം. എപ്പോഴും ടൈം എന്ന് ചോദിച്ചാൽ എത്ര ടൈമാ കൊടുക്കണ്ടേ? ഇതുവരെ അവനെ കുറിച്ച് എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടിയിട്ടുണ്ടോ? നിന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വിട്ടിട്ട് പോ. ഞാൻ വേറെ ടീം ഇട്ട് ചെയ്തോളാം. നോക്ക്, ഞാൻ ഹോം മിനിസ്റ്റർ മീറ്റ് ചെയ്യാൻ പോവാ. വിതിൻ 2 hours നിങ്ങളുടെ എല്ലാവരുടെ ടേബിളിലും മെമ്മോ ഉണ്ടാക്കും. എന്താ പോലീസൊക്കെ വരുന്നുണ്ടല്ലോ. അല്ല, ഞാൻ കളിച്ചാലോ കുഴപ്പമുണ്ടോ? പിന്നെ ഫ്രാങ്ക്ലിൻ സാർ, പണിയൊക്കെ എങ്ങനെ നടക്കുന്നു? സാറേ ഞാനിപ്പോൾ കഞ്ചാവൊന്നും വിൽക്കാറില്ല സാറേ. അതൊക്കെ നിർത്തിയിട്ട് 2 വർഷമായി സാറേ. അതൊക്കെ പഴയ പണിയല്ലേ. നീ ഇപ്പോ ഹെറോയിൻ, കോക്ക്, MG എന്നൊക്കെ പറഞ്ഞ് അപ്ഡേറ്റ് ആയല്ലോ. എൻ്റെ അമ്മയാണ് സത്യം, ഞാനതൊന്നും ചെയ്യാറില്ല സാറേ. എന്നെ കണ്ടൊരു പാതിരിയെ പോലെ തോന്നിയോ നീ പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ? സാറേ. കാരണം നിങ്ങൾ എവിടെയുള്ള സാർ, അത് ഇവിടെ വെളിയിൽ റൗണ്ട്സിന് വന്നാണ് സാർ. റൗണ്ട്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പിന്നെ നോക്കാം. കോക്ക് മാർലിൽ നിന്ന് ഒരുത്തൻ ബീച്ചിന്റെ അടുത്തുള്ള 2-3 പബ്ബില് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നതായി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആദ്യം പോയി അവനെ പിടിക്കാൻ നോക്കാം. അതിൽ നിന്ന് വല്ല ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ സാർ, വണ്ടിയുടെ വലിയവന്മാരെയൊക്കെ അങ്ങ് വിട്ടോളും, എന്നിട്ട് നമ്മളെ വന്ന് ബുദ്ധിമുട്ടിക്കും. എന്താ പ്രോഗ്രസ് കർണ? ഫസ്റ്റ് കിഡ്നാപ്പ് കോളിന് ശേഷം അലക്സിന്റെ പേരക്കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത അന്നാണ് സെക്കൻഡ് കോൾ പോയിരിക്കുന്നത്. അതിനുശേഷം ആ നമ്പർ ആക്റ്റീവ് അല്ല. അതേപോലെ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തതിന് 2 ദിവസം മുമ്പ് എയർടെലിൽ നിന്നൊരു മെസ്സേജ് പോയി. ഏത് ടവർ അത്? ഫോർട്ട് കൊച്ചി. മണി, Yes, sir. ആ 2 കോൾ റെക്കോർഡിംഗ്സ് പ്ലേ ചെയ്ത. ഓക്കെ സാർ. നോക്ക്, നിന്റെ പുറകെ പോലീസ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ റിസ്ക് എടുത്ത് നിന്റെ കുട്ടിയുടെ മരണത്തിന് നീ തന്നെ കാരണമാകരുത്. ഫോർട്ട് കൊച്ചിയുടെ അടുത്തുള്ള ശ്മശാന സ്ഥലത്തേക്ക് വന്നേക്ക്. നിന്റെ കുട്ടിയുടെ മരണത്തിന് നീ തന്നെ കാരണമാകരുത്. ഫോർട്ട് കൊച്ചിയുടെ അടുത്തുള്ള ശ്മശാന സ്ഥലത്തേക്ക് വന്നേക്ക്. മണി, 2 വോയിസും ഡിഫറെന്റ് ആയിട്ടല്ലേ? അതെ സാർ. മേ ബി എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരിക്കും സംസാരിച്ചത്. സൈബർ ക്രൈമിൽ നിന്ന് ആരെങ്കിലും വരുത്തി 2 വോയിസും വേവ് ഫോമാറ്റിൽ സെഗ്രിഗേറ്റ് ചെയ്യൂ. ഓക്കെ സാർ. ഫോർട്ട് കൊച്ചിയുടെ അടുത്തുള്ള ശ്മശാന സ്ഥലത്തേക്ക് വന്നേക്ക്. സാർ ഇതൊന്ന് നോക്ക് സാർ. ഈ 2 വോയിസ് നോക്കുമ്പോൾ 2ഉം ഡിഫറെന്റ് ഗ്യാപ്പിലാണ് ഉള്ളത് സാർ. രണ്ടാമത്തെ വോയിസ് ഉറപ്പായിട്ടും ഒരു പെൺകുട്ടിയുടേതാ. പക്ഷേ ആദ്യത്തെ വോയിസ് നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് സംസാരിച്ചിരിക്കുകയാണ് സാർ. സോ ഉറപ്പായിട്ടും ആ 2 വോയിസും വേറെ വേറെ ആളുകളുടേതാണ് സാർ. അപ്പോ 2 കിഡ്നാപ്പറോ? നോക്ക്, നിന്റെ പുറകെ പോലീസ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ റിസ്ക് എടുത്ത് നിന്റെ കുട്ടിയുടെ മരണത്തിന് നീ തന്നെ കാരണമാകരുത്. എപ്പോഴും 7:30-ക്കല്ല പോവാറ്. ഇപ്പൊ 8 ആയാലോ? ഇപ്പോഴാണോ പോകുന്നത്? ഇന്ന് ബയാൻ. ഭയാനോ എന്നുവെച്ചാ? ഇത് എല്ലായിടത്തൊന്നും നടക്കത്തില്ല. ഒരു ചില ഇടങ്ങളിൽ മാത്രം ഫിക്സ് ചെയ്യുന്നതാണ്. സംടൈംസ് തേഴ്സ്ഡേ നടക്കും, സംടൈംസ് സൺഡേ നടക്കും. ഇന്ന് ബയാൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അനൗൺസ് ചെയ്യും. ശ്മശാന സ്ഥലത്തേക്ക് വന്നേക്ക്. സാർ വോയിസ് മാച്ച് ആവുന്നുണ്ട് സാർ.
എന്തിനാണോ മാഹയുടെ മോളെ തട്ടിക്കൊണ്ടുപോയെ പറയാ ഒന്ന് തീർത്തു സാർ. പറയാ എന്തിനാ അവളുടെ മോളെ തട്ടിക്കൊണ്ടുപോയെ എന്തിനു മഹയുടെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകണം സാർ? എന്റെ സർവീസിൽ ക്ലീൻ ഇമേജ് ആയിരിക്കുള്ളത്. ചെറിയൊരു ബ്ലാക്ക് മാർക്ക് പോലും ഇല്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ല സാർ. ഞാൻ പണത്തിന് വേണ്ടി നീ ഇതൊക്കെ കാശിന് വേണ്ടി അല്ല ചെയ്തതെന്ന് എനിക്കറിയാം. നീ വേറെ എന്തോ മറക്കുന്നുണ്ട്. സത്യമായിട്ട് ഞാൻ ഒന്നും പറയണോ? പറയുന്നില്ല സാർ. ഒന്നും പറയുന്നില്ല സാർ. അലക്സ്, കേസിൽ അക്യൂസ് ആരാന്ന് തനിക്കറിയാം. അറിയില്ല ആ സാർ. മറക്കില്ല. അറിയില്ല സാർ. പറയണോ? അറിയില്ല സാർ. മര്യാദയ്ക്ക് എനിക്കറിയില്ല പറയാം. സാർ. അറിയില്ലെന്നല്ലേ പറഞ്ഞേ? അലക്സ്, താൻ അറിയില്ല പറഞ്ഞാൽ സാർ. മാത്രമേ തന്റെ പേരക്കുട്ടിയെ രക്ഷിക്കാൻ കഴിയൂ. സർ, ഈ പള്ളിയില് ബയാൻ നടക്കാറുണ്ടോ? നടക്കുമല്ലോ. ഇവിടെ അടുത്ത് വല്ല റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ? ഇവിടെ അടുത്തില്ല. നോർത്തിലോ സൗത്തിലോ പോയി അന്വേഷിച്ചാൽ അറിയാൻ പറ്റും.